തൻ്റെ സൗന്ദര്യമില്ലായ്മയെക്കുറിച്ച് പറയുന്നു. അതിൽ ഓരോ രംഗത്തിലും തമാശ രീതിയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെയർ ആൻഡ് ലവ്ലി തേക്ക്, ഞാൻ സ്ഥിരമായിട്ട് ഫെയർ ആൻഡ് ലവ്ലി തേക്കാറുണ്ട് ഡോക്ടർ, ഫെയർ ആൻഡ് ലവ്ലി തേച്ചാൽ വെളുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് ഈ ഫെയർ ആൻഡ് ലവ്ലി വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അത് ശ്രീനിവാസൻ അറിയാം. അത് അദ്ദേഹം തളത്തിൽ ദിനേശൻ ആ കഥാപാത്രം അന്ന് എത്രയോ തവണ എത്രയോ തളത്തിൽ ദിനേശന്മാരെ നമ്മൾ പിന്നീടുള്ള കാലങ്ങളിൽ ഇപ്പോഴും നമുക്കൊന്ന് ചുറ്റും നോക്കിയാൽ തളത്തിൽ ദിനേശനെ കാണും. അതുപോലെയുള്ള എത്രയോ കഥാപാത്രങ്ങളെ നമ്മൾ കാണും. തളത്തിൽ ദിനേശന്റെ കാര്യം തന്നെയാണെങ്കിൽ അതിൽ തളത്തിൽ ദിനേശൻ മാത്രമല്ല, അതിനകത്ത് ഓരോ പാത്ര സൃഷ്ടിയും അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല എന്നല്ല, അതെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം എടുത്ത് ആ സിനിമയിലേക്ക് കൊണ്ടുവന്നു, ആ തിരക്കഥയുടെ രൂപത്തിലേക്ക് ആവാഹിച്ചു എന്നതാണ്. അത് സന്ദേശത്തിലാണെങ്കിൽ ഈ സന്ദേശത്തിന് മുൻപും പിൻപും എന്ന് വേണമെങ്കിൽ മലയാള സിനിമയെ വേർതിരിക്കാം എന്നുള്ള കാര്യം പോലും ചർച്ചയിൽ വന്നിട്ടുള്ളതാണ് നേരത്തെ. സത്യനാഥ് അന്തിക്കാടൊക്കെ പറയുന്നത് ഇതിലെ ഓരോ കഥാപാത്രത്തെക്കുറിച്ചും വർണ്ണിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുമ്പോൾ എത്ര എന്ന് വെച്ചാൽ ഇത് ഒരാളെയും ഇവരാരും ഞങ്ങൾക്ക് അപരിചിതരല്ല എന്ന് ആ സിനിമ ഡിസ്കഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞു. കാരണം ഇവരെല്ലാം ഞങ്ങൾ തൊട്ടു മുമ്പിലുള്ള ആളുകളാണ്. അവരെ ശ്രീനിവാസൻ ഇങ്ങനെ ഒരു പാത്ര സൃഷ്ടിയായിട്ട് കൊണ്ടുവന്നു, അതിൽ കുറെ ഡയലോഗുകൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടതാണല്ലോ എന്നുള്ളതാണ്. സിനിമയുടെ ചരിത്രം എടുത്താൽ തന്നെ മഞ്ജുഷ്, ഇങ്ങനെ ഒരു എഴുത്തുകാരൻ, അതായത് അതുവരെ മലയാള സിനിമ എപ്പോഴും നമുക്ക് സാധാരണയിൽ നിന്ന് ഒരല്പം മുകളിൽ, ലാർജർ ദാൻ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിനെ കൊണ്ടുവന്ന് നമുക്കിടയിലേക്ക് സ്ഥാപിച്ച് നമ്മുടെ ഇടയിൽ കഥാപാത്രങ്ങൾ നമുക്കറിയാവുന്നവർ, നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെയാക്കുന്ന സിനിമയെ സാധാരണക്കാർക്കിടയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എന്ന് നമുക്ക് നിസ്സംശയം ശ്രീനിവാസൻ. സംശയമില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട് മലയാള സിനിമയിൽ, ഒട്ടേറെ ആളുകളുണ്ട്. പക്ഷേ ശ്രീനിവാസൻ തന്നെ പറയാവുന്ന ഞാനൊരു കഥാകൃത്തൊന്നുമല്ല, ഞാനിങ്ങനെ ഈ കുറെ ഞാൻ കണ്ട ആളുകളെ ഈ സിനിമ എന്നൊരു മാധ്യമത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ എന്നെ വലിയ കഥാകൃത്തെന്നോ തിരക്കഥാകൃത്തെന്നോ ഒന്നും വിളിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓടരുതമ്മാവ ആളറിയാം എന്നുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമാ തിരക്കഥാ സംരംഭം, അത് തന്നെ ആ സമയത്ത് 80കളുടെ തുടക്ക സമയത്തും 80കളിലും ഒക്കെ പൊതുവെയുള്ള ഈ പൂവാലന്മാർ കുറെ ആളുകൾ കൂടി നിൽക്കുന്നു, അവരുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, വെറുതെ വായി നോക്കി നടക്കുന്ന കുറെ ആളുകൾ, ആ ഒരു കൂട്ടത്തെ കൊണ്ടുവന്ന് അതിനെ ഒരു മെഗാ ഹിറ്റ് സിനിമയാക്കി അദ്ദേഹം മാറ്റുകയാണ്. പിന്നെ ഈ രാവിലെ കമൽ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു പാവം രാജകുമാരന്റെ കാര്യം. അത് അതീവ രസകരമായ ഒരു സിനിമയാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ പ്രചാരത്തിൽ വന്ന കാലത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ആള് മാറി പറ്റിക്കലും വ്യാജ അക്കൗണ്ട് ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ പാവം രാജകുമാരനെ ആലോചിക്കുന്നുണ്ട്. പാവം രാജകുമാരനാണെങ്കിൽ അന്നത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, ഈ ട്യൂട്ടോറിയൽ കോളേജ് സംസ്കാരം. അതിന് ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് പിന്നെ ഒരു PSC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ആ സമയത്ത് സർക്കാർ ജോലി കിട്ടുവാനുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയം, ആ സമയത്ത് പാരൽ കോളേജുകളിൽ അധ്യാപകനായി പോകുന്നു. അവിടെയുള്ളൊരു 4 പാരൽ കോളേജ് അധ്യാപകരുടെ ഒരു ജീവിതം അതെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ പറഞ്ഞതുപോലെ തന്നെ നോക്കി പരിഹസിക്കുന്ന ഒരു കഥാപാത്രം, തനിക്ക് സൗന്ദര്യം കുറവാണ് എന്ന് തോന്നുന്നു, വളരെ പിശുക്കനായ ഒരു കഥാപാത്രം, അങ്ങനെ വരുന്ന ശ്രീനിവാസന മെയിൻ റോൾ അദ്ദേഹത്തിൻ്റെതാണല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഒരു കുറേയേറെ തമാശകൾ, അതിൽ നിന്ന് ഒരു വലിയൊരു അർത്ഥതലത്തിലേക്ക് അത് മാറുകയാണ് അല്ലെ. ഒരാളെ എന്തും പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാലും അയാൾ ജീവിതത്തിൽ ചിലത് നേടും എന്നുള്ള കാര്യത്തിൽ അയാളെ എത്ര മാറ്റി നിർത്തിയാലും അതൊരു പക്ഷേ ഒരു മോട്ടിവേഷൻ ആയിരുന്നു അന്നത്തെ കാലത്ത് ഒരുപാട് ചെറുപ്പക്കാർക്ക്. അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ശ്രീനിവാസന്റെ ഒരു കരിയറിനെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ശ്രീനിവാസൻ രജനീകാന്തിനൊപ്പം ചെന്നൈയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ്. ആദ്യകാലത്ത് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ബക്കറിന്റെയും അരവിന്ദന്റെയും KG ജോർജിന്റെയും ഒക്കെ സിനിമകളിലാണ്. പഞ്ചവടിപ്പാലത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് ഒരുപക്ഷെ നമുക്കിന്നും വേദനയോടെ നമ്മൾ ഓർക്കുന്ന ഒരു കഥാപാത്രം. ആ ചക്രക്കസേര, ആ വെള്ളത്തിൽ ഒഴുകി വരുന്ന ചക്രക്കസേര മാത്രം മതി ഇന്നും നമ്മളെ ഒരു നെഞ്ചിൽ പിടയ്ക്കും. പക്ഷെ പിന്നീട് പ്രിയദർശനോടൊപ്പം ചേരുന്നു. മലയാളത്തിൽ വേറൊരു സത്യനന്ദക്കാട്, പ്രിയദർശൻ ഇവർക്കൊപ്പം ചേർന്ന് വേറൊരു ജാനർ ഓഫ് സിനിമകൾ വരുന്നു. അത് കഴിയുന്നു. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നത് മറ്റു ചില, അദ്ദേഹം സാമൂഹ്യ വിമർശനം കുറച്ചുകൂടെ പ്രത്യക്ഷമായി ചെയ്തു തുടങ്ങിയിരിക്കുന്നു പിന്നീട്. അല്ല, അങ്ങനെ ഒരു പ്രത്യക്ഷ വിമർശനത്തിലേക്ക് വരുന്നു. സിനിമയെ വിമർശിക്കാൻ അന്ന് വരെ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. ഉദയനാട് താരത്തിലൂടെ അദ്ദേഹം സൂപ്പർ താരങ്ങളെ വിമർശിച്ചു. ഒരുപക്ഷെ മോഹൻലാലിനെ പോലെയുള്ള ഒരു താരത്തെ വെച്ചുകൊണ്ട് അദ്ദേഹം സിനിമയെ തന്നെ വിമർശിച്ചു. പിന്നീട് സരോജ് കുമാറൊക്കെ വന്നപ്പോഴേക്കും അത് വിമർശനം അത് പൂർണ്ണമാവുകയാണ്. അങ്ങനെ ആ കരിയറിന്റെ ഒരു യാത്ര 48 വർഷം, 4 പതിറ്റാണ്ടുകൾ, അര നൂറ്റാണ്ട് തന്നെ,
ആ യാത്ര എങ്ങനെയാണ് മഞ്ജു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളിൽ താല്പര്യം കൂടുതലുള്ളത് 80കളിലും 90കളിലും അദ്ദേഹത്തിന്റെ സിനിമകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ടി പി ബാലഗോപാലൻ എം എ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു ചെറിയ ത്രെഡാണ് അല്ലേ, അത് അവിടെയും തൊഴിലില്ലായ്മയാണ്. 80കളിലെ തൊഴിലില്ലായ്മ, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ വരച്ചു കാട്ടുന്ന ഒന്നാണ്. അതിൽ ഗൂർഖയായിട്ട് വേഷമിടേണ്ടി വന്നു മോഹൻലാലിന്റെ കഥാപാത്രത്തിന്. അതിനു മുൻപ് തന്നെ ഇങ്ങനെ ഒരു ആളെ, ഈ കൂട്ടുകാരനായ ഈ മോഹൻലാലിനെ സഹിക്കേണ്ടി വരുമല്ലോ, ഈ ചെറിയ ശമ്പളത്തിൽ ഞാൻ ഇവനെ തീറ്റിപ്പോറ്റേണ്ടി വരുമല്ലോ എന്നുള്ള ബുദ്ധിമുട്ടിൽ ആ മോഹൻലാലിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രീനിവാസൻ കാണിക്കുന്ന തത്രപ്പാടുകളുണ്ട്. അതന്നത്തെ കേരളീയ സമൂഹത്തിൽ ഉള്ളത് തന്നെയാണ് അല്ലേ. അമ്മയും സഹോദരിയും കൊണ്ട് സിനിമയ്ക്ക് പോകുന്നു അല്ലേ, അങ്ങനെയുള്ള അതൊക്കെ ശ്രീനിവാസന് മാത്രം സാധിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഒരു ബമ്പർ ഹിറ്റ് പടമായിരുന്നു. പിന്നെ ടി പി ബാലഗോപാലൻ എം എ അതും ഈ തൊഴിലില്ലായ്മ തന്നെ വരച്ചു കാട്ടുന്ന ഒന്നായിരുന്നു. ആ സമയത്ത് തന്നെയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം വരുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ ഈ എന്താ കടം കയറി മുടിഞ്ഞാലും ഇല്ലേ, എന്തായാലും അത് അഭിമാനം വിറ്റ് അഭിമാനം വിടാൻ പറ്റില്ല എന്നുള്ള കഥാപാത്രമാണ്. നഗരത്തിലുള്ള ഒരു വാടക വീടിന് വേണ്ടി, അതിനുവേണ്ടി അവിടുത്തെ വാടകക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കഥാപാത്രം. പക്ഷെ അതിൽ ശ്രീനിവാസൻ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്, പോലീസുകാരനായിട്ട്. ആ ശ്രീനിവാസൻ വരുന്നതോടുകൂടി അതിന്റെ വേറൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് അല്ലെ, മറ്റൊരു ആ ഒരു ഹാസ്യത്തിലേക്ക് പോകുന്നു. അതിൽ ഈ ഇവിടുന്ന് ബോംബെയിൽ നിന്ന് അധോലോകത്തിൽ നിന്ന് ആളെ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ആ ചില സമയത്തൊക്കെ ഇതൊരു ലോജിക്ക് ആണോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തയെ അതിൽ വേണ്ട. നമ്മള് അത് ഇത്രയും തവണ കണ്ടിട്ട് നമ്മൾ അതിന്റെ ലോജിക്കിനെ പറ്റി ആലോചിച്ചിട്ടില്ലല്ലോ. മറ്റത് നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചിരിച്ചു എന്ന് വരും, പക്ഷെ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാം അതിൽ വലിയ ലോജിക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ സിനിമാ നിരൂപകർ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ കീറി മുറിക്കുന്നു, അവർക്ക് പോലും ശ്രീനിവാസൻ സിനിമകളെ പറ്റി പറയാനൊന്നുമില്ല. അതിൽ ചിലപ്പോൾ അരാഷ്ട്രീയത ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയല്ല എന്ന് തോന്നും, പക്ഷെ അന്ന് അത് ഏറ്റവും വലിയ ശരികളായിരുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിനിടയിലേക്ക് ശ്രീനിവാസൻ ഒരു കണ്ണാടിയും കൊണ്ടുപോയി, അതിൽ നിന്ന് കുറെ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന പോലെ അല്ലേ, സന്ദേശത്തിൽ എത്രമാത്രം രാഷ്ട്രീയ വിമർശനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അത്രമാത്രം രാഷ്ട്രീയ വിധേയത്വമുള്ള ഒരാളെ കളിയാക്കുകയാണ് അല്ലെ. എന്ത് ചെയ്താലും ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടൊരു കളിക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഒരു പാർട്ടി ചെയ്യുന്ന എന്ത് കാര്യത്തെയും ന്യായീകരിക്കുന്ന ഒരാളെ കളിയാക്കുന്നതാണ് പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറയുമ്പോൾ ഈ ഡെഡ് ബോഡിയെ വെച്ച് പോലും രാഷ്ട്രീയം കളിക്കുന്ന ആളുകളെ നിശിതമായി വിമർശിക്കുന്നു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള അന്നത്തെ മുന്നറിയിപ്പായിരുന്നു. അന്ന് ഹർത്താലുകളും ബന്ധുകളും തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് കൂടിയാണ് സന്ദേശം വരുന്നത്. അപ്പോൾ ആ ഒരൊറ്റ സീനും ആ ഒരൊറ്റ ഡയലോഗും മതി. അത് ആർക്കിട്ടാണോ വെക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അത് കൊണ്ടിട്ടുമുണ്ട് അല്ലെ. പക്ഷെ പണിയെടുത്ത് ജീവിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്നത്തെ ഈ നേതാക്കളെക്കാൾ അതിൽ ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ തരികിട കാണിച്ച് നടക്കുന്ന, സ്വന്തം വീട്ടിന് ബാധ്യതയായി തീരുന്നു, ഒരു പഠിപ്പിച്ച് വലുതാക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛനെയും അമ്മയും ധിക്കരിക്കുന്ന കുറേയേറെ ചെറുപ്പക്കാർക്കുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നത്. ഞാൻ വലിയ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പടിച്ച് ഈ ഖദർ വസ്ത്രവും ഒക്കെ ഇട്ട് നടക്കുന്ന അവർക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. പൊന്മുട്ടയിടുന്ന